ഹായ് ഹലോ വെൽക്കം ടു സാഗ് ന്യൂസ്. അങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറി അനുമോള് കപ്പടിക്കാനുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ എടുക്കുന്നത്. അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ, എനിക്കൊന്നും നോക്കാൻ വയ്യേ, അനീഷേട്ടൻ എന്നെ പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നേ, ഞാൻ ഇതിനൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല, അങ്ങനെ ഒരു ഉത്തരവാദിത്വം എനിക്കില്ല എന്നാണ് അനുമോള് പറയുന്നത്. സത്യത്തിൽ ആ പാവത്തിനെ ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുവരാനുള്ള കാരണമാരാണ്? നമ്മൾ ആവശ്യത്തിന് എടുക്കുകയും ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ സ്ട്രാറ്റജി. അതിൽ പറഞ്ഞ ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. യൂസ് ആൻഡ് ത്രോ സ്ട്രാറ്റജി ആണോ അനുമോൾ ഉപയോഗിക്കുന്നത്? ആദ്യം ശൈത്യയുടെ കാര്യം എടുത്താലും, ശൈത്യയ്ക്ക് ശേഷം ആദില നൂറയുടെ കാര്യം എടുത്താലും, ഇപ്പം അനീഷേട്ടൻ്റെ കാര്യം എടുത്താലും, എപ്പോഴാണോ അനീഷേട്ടനെ അനുമോൾക്ക് ആവശ്യം ആ സമയത്ത് അനുമോൾ അത് എടുക്കുന്നുണ്ട്. എപ്പോഴാണോ ആദില നൂറയെ ആവശ്യം അപ്പോൾ അനുമോൾ അതെടുക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ ഇതിനെ ഗെയിം കൊണ്ടുവന്ന ആ പാവത്തിൻ്റെ മനസ്സിനെ ഇമേൽ തകർത്തിടേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ അനീഷിനെ ഒരു വില്ലനായി ചിത്രീകരിക്കാനുള്ള എല്ലാ സാഹചര്യവും കൂടി ഒരുക്കുകയാണ്. അതിന് ഷാനവാസിനെ പോലും കൂട്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസ് ഫലപ്രദമായിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഷാനവാസ് എന്നെ തുറന്ന് പറയുന്നുണ്ട്, നിങ്ങൾ തമാശയായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ എല്ലാവരും തമാശയാക്കി എടുക്കണമെന്നില്ല. നൂറയും തിരിച്ച് ചോദിക്കുന്നുണ്ട്. നൂറ വളരെ കൃത്യമായി പിൻ പോയിന്റിൽ നിർത്തി ചോദിക്കുന്നുണ്ട്, അനീഷ് ഏട്ടൻ ഇതുവരെ എന്തേ പറയാത്തത് എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നൂറ പറഞ്ഞത്. അപ്പോൾ തനിക്കിതിലൊന്നും ഒരു രീതിയിലും താൻ കാരണക്കാരിയല്ല എന്നാണ് അനുമോൾ പറയുന്നതെങ്കിൽ എന്ത് മനസ്സാണ് അനുമോളുടേതെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എന്നിട്ട് അനീഷിൻ്റെ ഫാൻസിനെ സ്പ്ലിറ്റാക്കി തന്നെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഒരു ആഭാസനായി ചിത്രീകരിക്കുന്ന രീതിയിൽ പോലും താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം അനുമോൾ കരുതാൻ. അനുമോൾ ആ രീതിയിലൊരു ശ്രമം നടത്തുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം അനീഷയുടെ അടുത്ത് കിടന്ന ആളാണ് അനുമോൾ. ഈ അനുമോൾ എന്തേ ലിവിങ് റൂമിൽ ചെന്ന് ആദിലയും നൂറയൊക്കെ അടുത്ത് കിടത്തി? അനീഷ് എന്താ അത്ര വല്ല ഭീകരവാദിയാണോ? അപ്പോൾ ഇതിലേക്ക് നെവിനൊക്കെ ചെന്ന് പെടുന്നുണ്ട് കേട്ടോ. ദൈവം സഹായിച്ച് നെവിൻ രക്ഷപ്പെട്ടെന്ന് പറയാം. അപ്പം ആ രീതിയിൽ അക്ബർ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. നെവിൻ കൈയെടുത്ത് മുകളിൽ വയ്ക്കൂ എന്ന് പറയുന്നത് സത്യത്തിൽ വാസ്തവത്തിൽ നെവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അക്ബർ അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണം കരുതാൻ ഇതിന്. അപ്പോൾ ഇമെയിൽ ക്യൂട്ട്നെസ് വാരി വിതറി, പാവം വികാരം വാരി വിതറി ഒന്നുമല്ല നമ്മൾ ഗെയിം കളിക്കേണ്ടത്. ഗെയിമിൻ്റെതായ രീതിയിൽ ഇത്ര തരംതാണ രീതിയിൽ നമ്മൾ ഒരിക്കലും ഗെയിമിനെ സമീപിക്കാൻ പാടില്ല. ഇത് മലയാളികൾ മനസ്സിലാക്കുന്നു. മലയാളികൾ വെറുതെ ഒന്നും അല്ല ഈ ഷോ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ ആദ്യം ശൈത്യയുടെ കാര്യം എടുത്താലും ആദില നൂറയുടെ കാര്യം എടുത്താലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ കളിച്ച് പോകുമ്പോൾ നമുക്കൊരല്പമെങ്കിലും ഒരു ലേശം ഉളുപ്പ് നമുക്ക് വേണം. അല്ലാതെ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാനിപ്പോൾ സെർലാക്ക് കുടിച്ച് നിർത്തിയതാണേ, അങ്ങനെയൊന്നും വിചാരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് ആണ്, ഗെയിം കളിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷെ കുറച്ചെങ്കിലും ഒരു ഫെയറിലേക്ക് അനുമോൾ എത്തണം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.